Hi all, welcome to Chlorophyll Learning app. Today we will discuss an important topic for your QET biology exam under the subheading Biotechnology and its applications. The topic is PCR. So what is PCR? PCR എന്ന് പറയുന്നത് ഒരു ഇൻവിട്രോ DNA ആംപ്ലിഫിക്കേഷൻ ടെക്നിക്കാണ്. അതായത് DNA ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ലാബിൽ തന്നെ ചെയ്യുന്ന, ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ലാബിൽ DNA മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇത് ഡെവലപ്പ് ചെയ്തത് കാരി മുള്ളിസ് എന്ന പേരുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ഇനി ഇതിന്റെ എസെൻഷ്യൽ കമ്പോണൻസ് പറയുകയാണെങ്കിൽ ടെംപ്ലേറ്റ് DNA, അതായത് ഒരു DNA ടെംപ്ലേറ്റ് വേണം, 2 ടൈപ്പ് പ്രൈമേഴ്സ് വേണം, ഫോർവേഡ് പ്രൈമറും റിവേഴ്സ് പ്രൈമറും, പിന്നെ ഒരു ടാഗ് DNA പോളിമറൈസ്, ദെൻ DNTPs മഗ്നീഷ്യം അയോൺസ്, അതൊരു കോഫാക്ടർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, മഗ്നീഷ്യം അയോൺസ്, പിന്നെ ബഫർ. ഓക്കെ, ഈ ടാഗ് DNA പോളിമറൈസ് എന്ന് പറയുന്നത് തെർമസ് എക്വാട്ടിക്കസ് എന്ന് പേരുള്ള ഒരു തെർമോ ടോളറന്റ് ഓർഗാനിസത്തിൽ നിന്നാണ് ഇത് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊരു തെർമോസ്റ്റേബിൾ എൻസൈം ആണ്. ഈ എൻസൈമിനെ, അതായത് ടാഗ് DNA പോളിമറൈസിനെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത് തെർമസ് എക്വാട്ടിക്കസ് എന്ന് പേരുള്ള ഒരു ഓർഗാനിസിൽ നിന്നാണ്. ഇനി എന്തൊക്കെയാണ് ഇതിലുള്ള സ്റ്റെപ്സ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്, മേ ബി ക്യാൻ ബി ആസ്ക്ഡ് ഫോർ യുവർ QET എക്സാം. സോ ഇതിലുള്ള 3 സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. ഇതിന്റെ ഒരു റേഞ്ച് ടെമ്പറേച്ചർ പഠിച്ചു വെക്കണം. കാരണം ഒരു ആക്യുറേറ്റ് ടെമ്പറേച്ചർ ചിലപ്പോൾ ചോദിക്കണമെന്നില്ല, ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയണം. സോ ഡീനാച്ചുറേഷൻ ടെമ്പറേച്ചർ വിത്തിൻ ദ ലിമിറ്റ് 94 to 98 ഡിഗ്രി സെൽഷ്യസ്. ചിലപ്പോൾ 94 എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ വരുന്ന ടെമ്പറേച്ചർ ചോദിക്കാം. ദെൻ അനീലിംഗ് ടെമ്പറേച്ചർ വിത്തിൻ ദ റേഞ്ച് ഓഫ് 50 to 65 ഡിഗ്രി സെൽഷ്യസ്. ദെൻ എക്സ്റ്റൻഷൻ ടെമ്പറേച്ചർ ഈ 72 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെ 3 സ്റ്റെപ്സിലാണ് ഈ ഒരു ടെക്നിക്ക് നടക്കുന്നത്, PCR ടെക്നിക്ക് നടക്കുന്നത്. ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. ഇതിന്റെ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആയിട്ടും നോക്കണം. ദെൻ ഇത് ഇങ്ങനെ റിപ്പീറ്റഡ്ലി നടന്നുകൊണ്ടിരിക്കും, പല സൈക്കിളായിട്ട് ഒരു 25 to 35 സൈക്കിളോളം ഇത് ഇങ്ങനെ റിപ്പീറ്റഡ്ലി നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ സ്റ്റെപ്പിലും ഇത്രയും DNA മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദെൻ പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ DNA റെപ്ലിക്കേഷൻ ആണ്, ആംപ്ലിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതൊരു എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ എത്ര ഇൻക്രീസ് ചെയ്തു, ഓരോ സൈക്കിളും എത്ര ഇൻക്രീസ് ചെയ്തു എന്ന് അറിയാൻ 2:n ആണ്. 2:n ചെയ്താൽ അതൊരു എക്സ്പോണൻഷ്യൽ രീതിയിലാണ് ഇതിൽ ഇൻക്രീസ് നടക്കുന്നത്. ഇനി എന്താണ് ഇതിന്റെ എൻസൈമിന്റെ സോഴ്സ്? ഞാൻ പറഞ്ഞു ടാഗ് DNA പോളിമറൈസ്. ടാഗ് DNA പോളിമറൈസ് എന്ന് പറയുന്നത് ഒരു തെർമോ ടോളറന്റ് എൻസൈം ആണ്. ഇത് എടുത്തിരിക്കുന്നത് തെർമസ് എക്വാട്ടിക്കസ് എന്ന പേരുള്ള ഒരു തെർമോ ടോളറന്റ് ഓർഗാനിസിൽ നിന്നാണ്. ഈ ഓർഗാനിസിനെ കാണുന്നത് ഹോട്ട് സ്പ്രിങ്സിലാണ്. ഇനി ഏതൊക്കെയാണ് PCR-ന്റെ ടൈപ്സ്? ഇത് ചിലപ്പോൾ ചോദിച്ചേക്കാം. RT-PCR അല്ലെങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കേട്ട് കാണും. കൊറോണ ടൈമില് അല്ലെ, നമ്മുടെ കോവിഡ് വൈറസ്, കൊറോണ വൈറസ് എന്ന് പറയുന്നത് RNA വൈറസ് ആണ്. അപ്പൊ PCR എന്ന് പറയുമ്പോൾ DNA-യിൽ നിന്ന് DNA-യുടെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അപ്പോ ഒരു RNA വൈറസിനെ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ RNA-നെ DNA ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുപയോഗിക്കുന്ന എൻസൈം ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന PCR ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR. അത് ആദ്യം RNA-നെ കോംപ്ലിമെന്ററി DNA ആക്കും, ദെൻ DNA-യിൽ നിന്ന് DNA-യുടെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കും. അടുത്ത ടൈപ്പാണ് ക്വാണ്ടിറ്റേറ്റീവ് PCR, qPCR. qPCR എന്ന് പറയുന്നത് ഒരു റിയൽ ടൈം PCR ടെക്നിക്കാണ്. ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി, അതിന്റെ ക്വാണ്ടിറ്റി, അതായത് എത്രത്തോളം ഉണ്ട് DNA എന്ന് അറിയാൻ, കൃത്യമായിട്ട് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിയൽ ടൈം PCR ടെക്നിക്കാണ് qPCR. അടുത്തത് മൾട്ടിപ്ലസ് PCR, മൾട്ടിപ്പിൾ ജീൻസ് ഉപയോഗിച്ചിട്ട് മൾട്ടിപ്ലസ് PCR ആണ് ഇവിടെ പറയുന്നത്. മൾട്ടിപ്പിൾ പ്രൈമേഴ്സും അതിൽ ഉണ്ടാവും, ഒരുപാട് പ്രൈമേഴ്സ് ഉപയോഗിക്കും. ഞാൻ ഇതിന്റെ അപ്ലിക്കേഷൻസ്, PCR-ന്റെ അപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ DNA ഫിംഗർ പ്രിന്റിങ്ങിന് യൂസ് ചെയ്യാം. ഇപ്പോ ഫോറൻസിക്സ് സ്റ്റഡീസിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജി. കാരണം ഓരോ ഡിറ്റക്റ്റീവ് ആയിട്ട് അങ്ങനെ കണ്ടുപിടിക്കാനും ഓരോ ക്രൈം കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജി. ദെൻ ഡിസീസ് ഡയഗ്നോസിസ്, വൈറൽ ഡിസീസസ്, ബാക്ടീരിയ ഡിസീസസ്, അതിനൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ജനറ്റിക് ഡിസോർഡേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഫോറൻസിക് സയൻസിലും ഈ പറഞ്ഞ PCR-ന്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇനി എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻ? ഏതൊരുതിനും ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ടാവാം അല്ലെ. അപ്പൊ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ കണ്ടാമിനേഷന്റെ സാധ്യത വരുന്നുണ്ട്. ചിലപ്പോൾ ഫോൾസ് റിസൾട്ട്സ് ഒക്കെ വരാം. നമ്മളിപ്പോ കൊറോണ സമയത്ത് ആന്റിജന്റെ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് അല്ലെങ്കിൽ ഫോൾസ് നെഗറ്റീവ് റിസൾട്ട് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? PCR ചെയ്തത് അല്ലെ, RT-PCR ചെയ്തത്. കാരണം ഈ കൊറോണ ഈ പറഞ്ഞ
ആന്റിജൻ ടെസ്റ്റ് സിംറ്റമാറ്റിക് ആയിട്ടുള്ള അവസ്ഥയിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അസിംറ്റമാറ്റിക് ആണെങ്കിൽ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പാടാണ്. അതുകൊണ്ടാണ് RT-PCR റിലവൻസ് വന്നത്. പിന്നെ ഇത് വേറൊരു ലിമിറ്റേഷൻ പറയുകയാണെങ്കിൽ നോൺ ആയിട്ടുള്ള DNA സീക്വൻസ് വേണം, എങ്കിൽ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് PCR. വൺ ഈസ് കണ്ടാമിനേഷൻ, ചാൻസസ് ഓഫ് കണ്ടാമിനേഷൻ. നെക്സ്റ്റ് വൺ ഈസ് റിക്വയേഴ്സ് നോൺ DNA സീക്വൻസ്. ഇതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറയുകയാണെങ്കിൽ PCR ഒരു ഇൻവിട്രോ ടെക്നിക്കാണ്. അതായത് നമ്മൾ DNA റെപ്ലിക്കേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് അത് ആർട്ടിഫിഷ്യലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് PCR. ഇനി ഇതിന്റെ പ്രൈമേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറലി നടക്കുന്ന DNA റെപ്ലിക്കേഷനിലെ പ്രൈമേഴ്സ് എന്ന് പറയുന്നത് RNA ആണ്. ബട്ട് ഇവിടെ നടക്കുന്ന അതായത് ആർട്ടിഫിഷ്യൽ DNA അംപ്ലിഫിക്കേഷൻ, അതായത് PCR പ്രൈമേഴ്സ് എന്ന് പറയുന്നത് DNA ആണ്, RNA അല്ല. അതൊരു വ്യത്യാസമുണ്ട്, തെറ്റിക്കരുത്. ദെൻ ഇതിന് എന്ത് വേണം? ഹീറ്റ് സ്റ്റേബിൾ എൻസൈം വേണം. അതാണ് നമ്മുടെ ടാഗ് DNA പോളിമറേസ്. ഒരു എക്സാമ്പിൾ ആണ്, ഇതല്ലാതെ വേറെ എൻസൈംസ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അനീലിംഗ് ടെമ്പറേച്ചർ ആണ് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ. ഇതിൽ പറയുമ്പോൾ നമ്മൾ ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ പറഞ്ഞതിൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഡീനാച്ചുറേഷന്റെ ടെമ്പറേച്ചറും അനീലിംഗ് ടെമ്പറേച്ചറും എക്സ്റ്റൻഷൻ ടെമ്പറേച്ചറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നിന്റെയും ഫംഗ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഡീനാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ DNA എന്ന് പറയുമ്പോൾ ഡബിൾ സ്ട്രാൻഡഡ് ആണ് അല്ലെ, ഡബിൾ സ്ട്രാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ ആണ് DNA എന്ന് പറയുന്നത്. ഈ DNAന്റെ സ്ട്രാൻഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നല്ല ഹൈ ടെമ്പറേച്ചറിൽ അല്ലെ, അറൌണ്ട് 94 to 98 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇത്രയും കൂടിയ ചൂട് പോലും താങ്ങാൻ പറ്റുന്ന എൻസൈംസ് നമ്മൾ സാധാരണ നമുക്കറിയാം. എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ ഹീറ്റ് ലെപ്പായിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചൂട് തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നശിച്ചു പോകും, ഡീനാച്ചുറഡ് ആയി പോകും. നമ്മൾ എപ്പോഴും കുഞ്ഞുനാളിൽ തുടങ്ങി പഠിക്കുന്ന കാര്യമാണത് അല്ലെ. അപ്പോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ടാഗ് DNA പോളിമറേസ് ഈ ചൂട് തട്ടുമ്പോൾ നശിക്കാൻ പാടില്ല. അതിനുവേണ്ടി തെർമോടോളറന്റ് ആയിട്ടുള്ള തെർമസ് അക്വാറ്റിക്കസ് എന്നു പേരുള്ള ഓർഗാനിസിൽ നിന്നാണ് ഈ പറഞ്ഞ എൻസൈമിനെ എടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മേ ബി ആസ്ക്ഡ് ഫോർ യുവർ QAT എക്സാം ദിസ് ടൈം. ദെൻ അനീലിംഗ് ടെമ്പറേച്ചർ അതിൽ നിന്നും കുറഞ്ഞു, 50 to 65 ആണ്. ഈ ഒരു സ്റ്റെപ്പിലാണ് പ്രൈമർ, അതായത് നമ്മുടെ DNA, ഈ PCR കേസ് പറയുമ്പോൾ DNA, നാച്ചുറൽ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ RNA ആണ് വരുന്നത്. കൺഫ്യൂസ്ഡ് ആവരുത്. PCR DNA ആണ് പ്രൈമർ. സോ അനീലിംഗിലെ പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ ആണ് അല്ലെ. ഈ DNA എക്സ്റ്റെൻഡ് ചെയ്ത സ്ട്രാൻഡ് ലോങ്ങേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. സോ എക്സ്റ്റൻഷനിൽ 72 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ പഠിച്ചു വയ്ക്കുക. ഇവിടെ സംഭവം നടക്കുന്നത് എന്താണ്? DNA സിന്തസിസ്. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് അതിന്റെ ടൈപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. RT-PCR റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റീവ് PCR RNA കോംപ്ലിമെന്ററി DNA ആക്കും. ദെൻ qPCR ക്വാണ്ടിഫിക്കേഷന് വേണ്ടി മൾട്ടിപ്ലസ് PCR എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ടാർഗറ്റ്സ്, അതായത് മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. Next we are going to the questions. First question, PCR is used to. PCR എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. So the answer for this question is amplified DNA. PCR is used to amplify DNA. Next question, PCR technique was developed by. ആരാണ് PCR ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്തായിരിക്കാം? നിങ്ങൾക്ക് അറിയോ? ഗസ് ചെയ്യാമോ? So the answer for this question is Kary Mullis. PCR ടെക്നിക് അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്തത് കാരി മുള്ളിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വിച്ച് ടെമ്പറേച്ചർ ഡസ് ഡീനാച്ചുറേഷൻ ഒക്കർ ഇൻ PCR? ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ, ഇതിന്റെ എല്ലാം ടെമ്പറേച്ചർ റേഞ്ച് പറഞ്ഞതാണ്. മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോകണം. വേറെ PCR ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു 3 സ്റ്റെപ്സ് അതിന്റെ ടെമ്പറേച്ചർ മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോകണം. എന്തായിരിക്കാം ഇതിന്റെ ആൻസർ? 94 to 98 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു റേഞ്ചിൽ പഠിച്ചു വയ്ക്കുക. 94 വന്നാലും 95 വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാഗ് DNA പോളിമറൈസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ടാഗ് DNA പോളിമറൈസ് ഈസ് എ തെർമോ ടോളറന്റ് എൻസൈം അല്ലെ. ആ ഒരു ടെമ്പറേച്ചർ, ഡീനാച്ചുറേഷൻ ടെമ്പറേച്ചർ സർവൈവ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹീറ്റ് ലെപ്പൈൽ ആയിട്ടുള്ള ഒരു എൻസൈം ആണ്. തെർമസ് അക്വാറ്റിക്കസ് എന്ന പേരുള്ള ഒരു ഓർഗാനിസിൽ നിന്നാണ് ഇത് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമർ ബൈൻഡിങ് ഒക്കേഴ്സ് ഡ്യൂറിങ്. ഈ താഴെ തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റെപ്പിലാണ് പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ, ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഇതിൽ ഏത് സ്റ്റെപ്പിലായിരിക്കാം പ്രൈമർ എന്ന് പറയുന്നത്? DNA. ഇൻ ദ കേസ് ഓഫ് PCR, പ്രൈമറി DNA. ഇതിലായിരിക്കാം പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്യുന്നത്? സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് അനീലിംഗ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DNA ആംപ്ലിഫിക്കേഷൻ ഇൻ PCR ഈസ്. DNA ആംപ്ലിഫിക്കേഷൻ നടത്തുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഏത് മാനറിലാണ് ഇതിൽ DNA ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതെന്ന്. ഇതിന്റെ ആൻസർ എക്സ്പോണൻഷ്യൽ അല്ലെ, ഒരു എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആണ് ഇവിടെ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാഗ് പോളിമറേസ് ഈസ്. ടാഗ് പോളിമറേസ് എന്ന് പറയുന്നത് എന്താണ്? താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാമോ? ഇതിന്റെ ആൻസർ എന്താണെന്ന് അറിയാമോ? So the answer for this question is DNA dependent DNA polymerase. Tag polymerase എന്ന് പറയുന്നത് ഒരു DNA dependent DNA polymerase ആണ്. Next question, which PCR is used to convert RNA into DNA? ഞാൻ കൊറോണയുടെ കേസ് ഒക്കെ പറഞ്ഞതാണ് അല്ലെ. കൊറോണ എന്ന് പറയുന്നത് അല്ലെ കോവിഡ് വൈറസ് എന്ന് പറയുന്നത് ഒരു RNA വൈറസ് ആണ്. സോ നമുക്ക് നോർമൽ PCR യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം DNA മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നതാണ് നോർമൽ PCR. സോ വി ഹാവ് ടു കൺവേർട്ട് ദിസ് RNA into DNA. സോ നമ്മൾ എന്ത് ചെയ്യണം? RNA കോംപ്ലിമെന്ററി DNA ആയിട്ട് കൺവേർട്ട് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ഈ പറഞ്ഞ കോംപ്ലിമെന്ററി DNA നിന്ന് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNA ഉണ്ടാവുന്നത്. സോ അവിടെ നമ്മൾ ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കാം ഇതിന്റെ ആൻസർ? സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് RT-PCR. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ, പ്രൈമേഴ്സ് യൂസ്ഡ് ഇൻ PCR ആർ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ അല്ലെ, നമ്മൾ നോർമലി നടക്കുന്ന നാച്ചുറൽ DNA റെപ്ലിക്കേഷനും PCR തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് അല്ലെ. PCR എന്താണ് പ്രൈമർ, എന്താണ് നാച്ചുറൽ റെപ്ലിക്കേഷനിൽ എന്താണ് പ്രൈമർ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ. സോ നാച്ചുറൽ റെപ്ലിക്കേഷനിലെ പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യുന്നത് RNA ആണ്. whereas in the case of PCR the primers used in PCR are DNA. So last question, ഇതൊരു അസേർഷൻ റീസൺ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സോ അസേർഷൻ എന്താന്ന് നോക്കാം. PCR requires a heat stable DNA polymerase. അസേർഷൻ അതാണ്, PCR ഒരു ഹീറ്റ് സ്റ്റേബിൾ DNA പോളിമറേസ് വേണം. ശരിയാണോ? ഇനി അതിന്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് ഹൈ ടെമ്പറേച്ചർ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് DNA strands. ഇതിന്റെ ഓപ്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1 2 ട്രൂ ആന്ന് പറഞ്ഞിട്ടുണ്ട്, R കറക്റ്റ് എക്സ്പ്ലനേഷൻ ആന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് 2 ട്രൂ ആണ്, ബട്ട് R ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. മൂന്നാമത് A ട്രൂ R ഫോൾസ്. നാലാമത് A ഫോൾസ് R ട്രൂ. എന്തായിരിക്കാം ഇതിന്റെ ആൻസർ? സോ ഇതിന്റെ ആൻസർ both A and R are true and R is the correct explanation of A. അല്ലെ, അസേർഷനും റീസണും കറക്റ്റ് ആണ്. മാത്രമല്ല റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് അസേർഷൻ തന്നെയാണ്, കറക്റ്റ് റീസൺ തന്നെയാണ്. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറേസ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ എൻസൈം ഡീനാച്ചുറേഡ് ആയി പോകും, അത് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന തെർമോ ടോളറന്റ് ഓർഗാനിസം ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഹീറ്റ് സ്റ്റേബിൾ DNA പോളിമറേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ താങ്ക് യു. ഈ ടോപ്പിക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. നമ്മുടെ ക്യുഎറ്റ് പ്രിപ്പറേഷൻ ഏതുവരെയായി പഠിച്ച് നന്നായി പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.